ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഹൈറിച്ചിൻ്റെ ലീഡർമാരെ എന്നെ മർദ്ദിക്കാൻ ശ്രമിച്ച ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അന്ന് ശ്രമിച്ച ആൾ എന്നോട് പറഞ്ഞിരുന്നത്, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ലീഡറാണോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഞാൻ ലീഡറൊന്നുമല്ല, ഞാനൊരു 10,000 രൂപ മാത്രമേ ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സംസാരം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല ലൈവിലായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നാൽ പിന്നെ നീ ഞാനിട്ട പൈസ തിരിച്ചു കൊണ്ടുതാടാ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതല്ല എൻ്റെ പണി. അപ്പോൾ നിൻ്റെ പണി അതന്നെയല്ലേ, നീ അതല്ലേ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതല്ല, നീ ഇട്ടവരുടെ പൈസ തിരിച്ച് കിട്ടണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ആരും ഇതിൽ പെടാൻ പാടില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ തട്ടിപ്പാണെന്നും ഇനി ഇതിൽ ആരും തന്നെ പാവങ്ങൾ പറഞ്ഞ് പറ്റിച്ച് ഇതിൽ ചേർക്കാൻ ഇടവരരുത്, അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര റേസായി, അവൻ എന്നെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, 10,000 രൂപ നിക്ഷേപിച്ചു, എന്നാൽ പിന്നെ നീ എനിക്ക് കേസ് കൊടുത്തിട്ട് ഇത് വാങ്ങിത്താടാ എന്നാണ്. ഞാൻ പറഞ്ഞത്, പിന്നെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ അദ്ദേഹത്തിൻ്റെ വീട്, മദർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണപുരം പോലീസ് സ്റ്റേഷനാണ്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി. അന്നേരം അവൻ പറഞ്ഞു, ഒരു മൈലും നടക്കില്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം പിടിക്കും, എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇത്? 2 വർഷം മുമ്പേ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു നിയമമാണ്. ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ പൈസ കിട്ടുകയും ചെയ്യും. ഇത് ബഡ്സ് ആക്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പിന്നീടാണ് ഇവൻ്റെ കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ പേര് ബിജു ടി എന്നാണ്, കോവത്തില ഹൗസ് അല്ലേ. ഇദ്ദേഹം എന്താണ് പറയുക, ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് 1,60,60,712 രൂപയാണ്. അപ്പോൾ 1,60,60,712 രൂപ കിട്ടിയാക്ക് എൻ്റെ പണം, നിക്ഷേപിച്ച പണം 10,000 രൂപയാണ്, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടാണ് ലീഡർമാരായ എല്ലാവരും തന്നെ കേസിന് പോവാത്തതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ 30 ലക്ഷം ഇട്ടു, 40 ലക്ഷം ഇട്ടു. അവരൊക്കെ ഒരു ലീഡറാണെങ്കിൽ അവർ കോടികളായിരിക്കാം ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത്, അല്ലെങ്കിൽ ആൾക്കാരെടുക്കുന്ന പിരിച്ചു കൊടുത്ത് കോടികളായിരിക്കാം അവർക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. മണ്ടന്മാരായതുകൊണ്ട് ചിലപ്പോൾ ആ കോടികളും ചിലപ്പോൾ ഇവർ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടാവും. അതൊന്നും അവരുടെ പൈസയല്ല, അവരുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് മാത്രമേ അവരുടെ നിക്ഷേപമായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പോൾ അതിനേക്കാൾ വലിയ തുക അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അവർ ചിലപ്പോൾ അത് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 10,000 ഇട്ടു എന്ന് പറഞ്ഞവനെ കിട്ടിയിരിക്കുന്നത് 1,60,60,712 രൂപ ചില്ലറ പൈസയുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് വന്നിരിക്കുന്ന പൈസയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഉരുപൊട്ടുന്നതും കായികമായിട്ട് ആക്രമിക്കാനുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. 10,000 രൂപ ഇട്ടിട്ട് 2 വർഷം കൊണ്ട് 1,60,60,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം വരുമ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ പ്രതികരിക്കും. അങ്ങനെയുള്ളവരോട് നമ്മൾ ഇത് മണി ചെയിനായിരുന്നു എന്നും ഇത് ആൾക്കാരെ ചേർക്കുന്ന പൈസയായിരുന്നു എന്നും നിങ്ങൾ ചേർത്തവരുടെ തന്നെ നിങ്ങളുടെ കുടുംബക്കാരുടെ പൈസയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നും പറഞ്ഞാലെന്നും ഇങ്ങനെയുള്ള ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണി ചെയിനൊക്കെ കാലാകാലങ്ങളായി ചെയ്ത് അവരുടെയൊക്കെ ജീവിത ലക്ഷ്യം തന്നെ ഇങ്ങനെയാണ്: ചതിക്കുക, പറ്റിക്കുക, ജീവിക്കുക. അവരെ എങ്ങനെ പറ്റിച്ചിട്ടും ജീവിക്കുക. മറ്റുള്ളവരെങ്ങനെയാണെന്നൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ കടമെടുത്താണെങ്കിലും അവർ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പൈസയാണെങ്കിൽ കൂടി അത് നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള
ഒരേ ചിന്തയിൽ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതുപോലെയുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക, 10,000 ഇട്ടവൻ എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല എന്ന്. അതിന് കാരണം അവന് 1,60,000-ലധികം രൂപ കിട്ടിയിരിക്കുന്നു എന്നതാണ്. നിങ്ങൾ നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഒക്ടോബറിലും ഒക്കെ OTT ഷെയറുകൾ എടുത്തിട്ട് ഒന്നും കിട്ടാത്തവർ ഇതുപോലെയുള്ള ലീഡർമാരുടെ വാക്ക് കേട്ടിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സഹതാപവും ആശ്ചര്യവും ഒക്കെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രാഗൺ അമ്മായി അടക്കം വീഡിയോകൾ നിർത്തിയിരിക്കുന്നു. ഇന്നലെ പറഞ്ഞു ഇനി ഈ കമ്പനി തിരിച്ചു വരില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനി വീഡിയോകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു അവസാനത്തെ വീഡിയോ. അപ്പോൾ അബ്ദുൾ ബാരിയും അയൂബ് ഖാനും ഒക്കെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്നും കൂടി പറയാം. അവരുടെയൊക്കെ അടിയിൽ ഇതുപോലെയുള്ള ആൾക്കാരെ ചോദിക്കാൻ വരും. അപ്പോൾ അവരെ തടയിടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഓരോ വീഡിയോകൾ പടച്ചിടുകയാണ്. കളവുകൾ ഉളുപ്പില്ലാതെ പറയുകയാണ് അവരൊക്കെ. അതും കൂടി മനസ്സിലാക്കുക. ഇത് വിശാല തലത്തിലെ വലിയ തലത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു തട്ടിപ്പല്ല. ഇവർ പറയുന്ന പോലെ 200 രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരുന്ന ഒരു തട്ടിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് CBIക്ക് റെഫർ ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ED അന്വേഷിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനിയും CBIയെയും EDയെയും കേരള പോലീസിനെയും ഒന്നും വിശ്വാസമില്ലെങ്കിൽ നിങ്ങളിപ്പോഴും ഈ വിദ്യാഭ്യാസമില്ലാത്ത ചതിക്കാൻ മാത്രം അറിയുന്ന ഈ ലീഡർമാരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് പറയാനുള്ളത്. ബൈ.